നമസ്കാരം. കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞതോടെ ഏറ്റവും അധികം ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യമാണ്. ഇതൊരു ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ഇങ്ങനെ ചർച്ച വന്നത് തെറ്റായിട്ടൊന്നുമില്ല. അതിൽ പ്രമുഖരായ നേതാക്കന്മാരുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു നേതാവ് മാത്രമല്ല, നിരവധി നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് അത്തരം ചർച്ചകൾ വരുന്നത് നല്ലത് തന്നെയാണ്. നമുക്കറിയാം, വി ഡി സതീശനാണ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പരിപൂർണമായിട്ടുള്ള വിജയം കൈവരിച്ച ഒരു നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഏറ്റെടുത്ത മുതൽ കേരളത്തിലെ UDF ശക്തമാക്കി, ഓരോ ഇലക്ഷനിലും വൻ വിജയമുണ്ടാക്കി. അതിൽ CPM നല്ലവരായ നേതാക്കന്മാർക്ക് പോലും, ജി സുധാകരനെ പോലെയും വി കുഞ്ഞികൃഷ്ണനെ പോലെയും അതേപോലെ VS അച്യുതാനന്ദൻ്റെ സെക്രട്ടറി സുരേഷിനെ പോലെയും ഉള്ള ആളുകൾക്ക്, അതേപോലെ പയ്യന്നൂരിലെ TK ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾക്ക്, ആയിഷ പോറ്റുള്ള ആളുകൾക്ക് വന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന രൂപത്തിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് UDF എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതേപോലെ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു അവസരം ഇത്തരം നേതാക്കന്മാർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യവും ഒരുക്കി കൊടുത്തു വി ഡി സതീശൻ. അതുവഴി CPM ഉള്ളറകളിൽ നിന്ന് ഇതുവരെ പുറത്തു വരാത്ത വിധത്തിൽ ഞെട്ടിക്കുന്ന പൊട്ടിത്തെറികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ബഹിസ്ഫുരണം ഉണ്ടായിട്ടുള്ളത് ആലപ്പുഴയിലും അതേപോലെ കണ്ണൂരിലുമാണ്. കണ്ണൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സീറ്റുകളിലാണ് LDF ശക്തി കേന്ദ്രങ്ങളിൽ CPM-കാരായ 2 പേർ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അവർ വെല്ലുവിളിച്ചത് പിണറായി സത്തെയാണ്, പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തെയാണ്. അങ്ങനെ പോയാൽ പാർട്ടി തകർന്നു പോകും, ആ പാർട്ടി തകരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നേരത്തെ ചാടിയത്. സാധാരണക്കാരായ CPM പ്രവർത്തകരുടെ യഥാർത്ഥ ചിന്താഗതി ഏറ്റെടുത്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇവർ രംഗത്ത് വരികയും UDF അവർക്ക് അവസരമൊരുക്കുകയും അവർക്കും UDF നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ നമ്മൾ വില കൊടുക്കേണ്ടത്, നമ്മൾ അംഗീകരിക്കേണ്ടത് വി ഡി സതീശനാണ്. അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല, നമുക്കറിയാം, അദ്ദേഹം വലിയ പോരാട്ട നായകനാണ്. അദ്ദേഹം നിരവധി അഴിമതികളാണ്, സ്പ്രിംഗ്ലർ വിവാദവും അതേപോലെ കടൽ കൊള്ളയും അടക്കമുള്ള ഞെട്ടിക്കുന്ന നിരവധി അഴിമതികളാണ് നിരന്തരം അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം ആ കാര്യത്തിൽ വലിയ വിജയം ഉണ്ടായെങ്കിലും കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള ഭരണസ്തംഭനവും ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യവും ഉള്ളതിനാൽ അദ്ദേഹത്തിന് വേണ്ടത്ര താഴേക്കടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ പ്രവർത്തിക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദഗതിയുള്ളത്. എന്നാൽ ആദ്യഘട്ടം മുതൽ രമേശിന് പ്രവർത്തിക്കാമായിരുന്നു. അദ്ദേഹം ജനങ്ങളുമായി ബന്ധം കുറവായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ആ മുറിക്കുള്ളിൽ ചടഞ്ഞുകൂടി, അല്ലെങ്കിൽ നിയമസഭയ്ക്കുള്ളിൽ കത്തിപ്പടർന്നു. പിന്നെ പത്രസമ്മേളനങ്ങൾ നടത്തി എന്നല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ വി ഡി സതീശൻ അങ്ങനെയല്ല, ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്, നിയമസഭയിൽ ഈറ്റപ്പുലിയായിരുന്നു, കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ അവസാനം വരെ പോരാടിയിട്ടുണ്ട്. മാത്രമല്ല ജനങ്ങളെ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ, വിവിധ ഭാഷകളിൽ വിവിധ ആശയങ്ങളുള്ള ആളുകളെ എല്ലാം സമന്വയിപ്പിച്ച് ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്നതിൽ, UDF ടീം UDF ആക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള താരതമ്യ പഠനം. രമേശ് ചെന്നിത്തല ഭരണപരിചയമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, അതേപോലെ കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ജനങ്ങളെ കൂട്ടായി നിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പിണറായി വിജയൻ്റെ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ആ അഴിമതികൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ വി ഡി സതീശൻ ഇത്തരത്തിലുള്ള അഴിമതികളും ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുമ്പോൾ തന്നെ താഴെ തട്ടിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണം. നമുക്ക് ആരെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കൊടുക്കുക എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ആ അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യ നീതിയും മര്യാദയുമാണ്. എന്നാൽ ഇതിനിടയിൽ കടന്നു വന്ന ഒരാളുണ്ട്. ആരാണ്? വേണുഗോപാൽ, KC വേണുഗോപാൽ. ഇറക്കുമതി ചെയ്യുന്ന ഒരാളായിട്ട് കേരളത്തിലെ കോൺഗ്രസിലേക്ക് വരികയാണ്, UDF വരികയാണ്.
അദ്ദേഹം ഇറക്കുമതി ചെയ്യുന്ന ആളല്ല. അദ്ദേഹം നേരത്തെ മന്ത്രിയായിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് ഇപ്പം വരേണ്ട ഒരു സാഹചര്യം ഇദ്ദേഹത്തിനില്ല. എന്നാൽ ഇതിനിടയിൽ VD സതീശനും സുധാകരനും തമ്മിലുള്ള ചില ഇടച്ചിലുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോകസഭാ MP ആയ സുധാകരൻ വന്ന് മത്സരിക്കാൻ വാശി പിടിക്കുകയും പരസ്യ പ്രസ്താവന നടത്തുകയും കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവുന്ന പ്രഖ്യാപിക്കും. അതിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ആരാണ്? നമ്മുടെ VD സതീശനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി അംഗീകരിച്ചിരുന്നു. സുധാകരൻ ആ നിലപാടിനോട് ആരും അംഗീകരിച്ചില്ല. മാത്രമല്ല അതുവരെ ഒറ്റയടിക്ക് കയറിക്കൊണ്ടിരുന്ന UDFിൻ്റെ പ്രവർത്തനം ഒരു നിമിഷം സ്തംഭിച്ചു. കാരണം സുധാകരനെ പോലെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായി പോരാട്ടം നടത്തിയുള്ള, കണ്ണൂരിൽ ആരടാഞ്ച പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടാൻ തയ്യാറാക്കി പ്രവർത്തകരെ സജ്ജീകരിച്ചിട്ടുള്ള സുധാകരൻ ഒരു വയസ്സാം കാലത്ത് ഇത്തരത്തിൽ ചാടി പുറപ്പെട്ടത് ബാലചാബല്യത്തിലുപരി വാർദ്ധക്യ ചാബല്യമായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ലായിരുന്നു. പുറപ്പെട്ടതുകൊണ്ട് എന്താ ഉണ്ടായ കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഇമേജ് ഒറ്റയടിക്ക് താഴേക്ക് വീണു. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടിരുന്ന, ആരാധിച്ചുകൊണ്ടിരുന്ന ജനലക്ഷങ്ങൾ പെട്ടെന്ന് താഴേക്ക് പോയി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് CPM-ഉം BJP-യും LDF-ഉം പ്രചരണം നടത്തിയത് ഇപ്പോഴേ കല്ലുകടിയാണ്, തമ്മിലടിയാണ് കേരളത്തിൽ, പിന്നെ എങ്ങനെ അവർക്ക് ഭരിക്കാൻ പറ്റും? പിണറായി വിജയൻ്റെ ഭരണകാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല, പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രചരണം ശക്തമായ രൂപത്തിൽ ഉണ്ടാവുകയും 1% വോട്ടെങ്കിലും അതുകൊണ്ട് UDFിന് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമല്ല. പല മേഖലകളിലും ഞാൻ യാത്ര ചെയ്യുമ്പോൾ പലരും പറഞ്ഞിട്ടുള്ള കാര്യം UDFിൽ തമ്മിൽ തല്ലലല്ലേ സ്ഥാനത്തിന് വേണ്ടി, പിന്നെ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇപ്പോൾ വീണ്ടും സുധാകരൻ, ആദ്യം രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് ഒരു FB പോസ്റ്റുമായി വരികയാണ്. ഈ FB പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ സുധാകരൻ്റെ ഭാഷയല്ലെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അതിൻ്റെ പിന്നിൽ കൃത്യമായി CPM-ൻ്റെ ഒരു ഗൂഢാലോചനയാണ്, പിണറായി വിജയൻ്റെ ഗൂഢാലോചനയാണ്. അങ്ങനെ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം ബ്രിട്ടാസ് ആണ് ആ മാറ്റർ എഴുതി കൊടുത്തത്. എന്നിട്ട് സാധാരണ സുധാകരൻ നേരിട്ട് പോസ്റ്റ് ചെയ്യാറില്ല. അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ചില ആളുകളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവരെ സ്വാധീനിച്ച് ബ്രിട്ടാസ് ഈ കാര്യം എഴുതി കൊടുത്ത് UDFിനുള്ളിൽ വലിയ കലാപം ഉണ്ടാക്കാവുന്ന ഉദ്ദേശത്തോടെ ചെയ്തതാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, അദ്ദേഹം ആദ്യം പോസ്റ്റ് ഇട്ട ശേഷം പിന്നീട് പല നേതാക്കന്മാരും അദ്ദേഹത്തിന് അനുകൂലമായി, അതായത് റോജി M. ജോണും അതേപോലെ ശിവകുമാറും സന്ദീപ് അടക്കമുള്ള നേതാക്കന്മാർ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. അവർ എല്ലാവരും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. നമ്മുടെ കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിൽ ജനാധിപത്യ മര്യാദകളൊക്കെ അനുവദിക്കുന്ന പാർട്ടിയാണ്. ആർക്ക് വേണമെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ കഴിയും. ഇത് CPM-ലാണെങ്കിലോ ഒന്ന് പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. എന്നാൽ കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട്, ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഇതെല്ലാം അംഗീകരിക്കും. പക്ഷേ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ പറഞ്ഞ FB പോസ്റ്റിൽ പൊങ്കാലയിടുകയാണ് ചെയ്തത്. VD സതീഷിനു വേണ്ടി 10,000-ങ്ങളാണ് സുധാകരൻ്റെ പോസ്റ്റിന് താഴെ ശക്തമായി തെറി പറഞ്ഞുകൊണ്ട് രോഷാകുലരായി പോസ്റ്റ് ഇട്ടുള്ളത്. അതേപോലെയാണ് ശിവകുമാറിൻ്റെയും അതേപോലെ സന്ദീപ് വാര്യരുടെയും അതേപോലെ റോജി M. ജോണിൻ്റെയും എല്ലാം FB പോസ്റ്റിന് താഴെയായിട്ട് കമൻറ്റുകളിൽ ആയിരക്കണക്കിന് ആളുകൾ VD സതീഷിനു വേണ്ടി ഒരു പ്രളയം പോലെ സപ്പോർട്ട് ചെയ്ത് വന്നത് അവരെയെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതായത് ജനങ്ങൾ VD സതീഷിൻ്റെ കൂടെ, നേതാക്കന്മാരിൽ ചിലർ വേണുഗോപാൽ നേരത്തെ ഇടപെട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ VD സതീശൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ മാറ്റി ഇഷ്ടപ്രകാരം കുറേ സ്ഥാനാർത്ഥികളെ ഇറക്കുമതി ചെയ്തിരുന്നു. അത്തരം സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഭൂരിപക്ഷം MLA-മാരും ചിലപ്പോൾ KC വേണുഗോപാലിൻ്റേതായിരിക്കും. പക്ഷെ ജനങ്ങൾ പൂർണ്ണമായിട്ടും ആരുടെ കൂടെയാണ്? നമ്മുടെ VD സതീശിൻ്റെ കൂടെയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM-ൻ്റെ കൊലച്ചതി. CPM-ൻ്റെ കൊലച്ചതി എന്ന് പറയുന്നത് ബ്രിട്ടാസ് എഴുതുന്ന ഭാഷയാണ് വേണുഗോപാൽ സുധാകരൻ്റെ FB പോസ്റ്റിൽ വന്നത് എന്നുള്ളതാണ്. സ്ഥിരമായി പ്രയോഗിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങൾ ബ്രിട്ടാസിനുണ്ട്. ആ ഭാഷാ പ്രയോഗങ്ങളാണ് സുധാകരൻ്റെ FB പോസ്റ്റിൽ വന്നത്
എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിലെ ആഭ്യന്തര കാര്യത്തിൽ നേരിട്ടല്ലാതെ പരോക്ഷമായി ഇടപെട്ട് ഇത്തരത്തിലുള്ള കുറിപ്പുകൾ തയ്യാറാക്കി കെ സുധാകരൻ്റെ FB പോസ്റ്റിൽ അടക്കം പോസ്റ്റ് ചെയ്യിപ്പിക്കാൻ ബ്രിട്ടാസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിനുള്ളിൽ ഇതുപോലെയുള്ള പല തറവേലകളും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്നർത്ഥം. ഇതൊന്നും നേരിട്ട് പറയുന്നതല്ല, ചില കോൺഗ്രസിൻ്റെ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകളാണ് എനിക്ക് ഈ വിവരം തന്നത്. സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേട്ടറിവ് വെച്ചിട്ട് കെ സുധാകരൻ്റെ സ്ഥിരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റുകൾ വായിക്കുന്ന ആൾ നിർബന്ധം, അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗങ്ങൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളെന്നാണ് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നേതാവായിട്ട് ഞാൻ കെ സുധാകരനെ കാണുന്നു എന്നതിൽ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്, വീഡിയോ കാണാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. ആ തീപ്പരി പ്രസംഗങ്ങളിൽ നിന്ന് പലതും ഏറ്റെടുത്ത് നമ്മൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. എനിക്ക് വേണ്ടിയും അദ്ദേഹം എന്നെ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ വളരെ ശക്തമായ രൂപത്തിൽ ഇടപെട്ടിരുന്നു. മുമ്പ് P ശശിക്കെതിരെ ഞാൻ കണ്ണൂരിൽ അദ്ദേഹത്തിനെ ക്രിമിനൽ കേസിൽ പെണ്ണ് കേസിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തപ്പോഴും അദ്ദേഹം എനിക്ക് പ്രൊട്ടക്ഷൻ കണ്ണൂരിൽ ഏർപ്പെടുത്തിയിരുന്നു. ഞാൻ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ P ശശിക്കെതിരെ മൊഴി കൊടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം ചില ആളുകളെ കോൺഗ്രസിൻ്റെ പ്രമുഖ ആളുകളെയും അതേപോലെ അതിനെ സെക്യൂരിറ്റിയെ എനിക്ക് ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല പോലീസിനെയും എനിക്ക് സംവിധാനം ഒരുക്കുന്ന സുരക്ഷാ ഭാഗമായി. എന്നാൽ ഞാനതൊന്നും ആഗ്രഹിച്ചിട്ടല്ല കണ്ണൂരിലെത്തിയത്. എന്നെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നം ഞാൻ കാണാറില്ല. എന്നെ കൊല്ലുകയാണെ കൊന്നോട്ടെ, കൊന്നവർ ആരാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പിണറായിയും P ശശിയുമായിരിക്കും എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദികളെന്നും, അല്ലാതെ വേറെ ആർക്കും ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലും ഹോസ്ദുർഗ് കോടതിയിലൊക്കെ പോയിട്ട് ഞാൻ P ശശിക്കെതിരെ അദ്ദേഹം പീഡനം നടത്തിയ കേസിൽ, അതായത് കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ ഒരു MLA മകളെ കയറി പിടിച്ച അതിനെതിരെ പാർട്ടി കമ്മീഷൻ റിപ്പോർട്ട് പോരാ, അതിൽ നടപടി വേണം, ക്രിമിനൽ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തു. ആ ക്രിമിനൽ കേസ് പരാജയപ്പെടാൻ കാരണം ഈ നേതാക്കന്മാരെല്ലാവരും പിണറായി വിജയനടക്കം സാക്ഷിയായി വന്നില്ല, ഈ റിപ്പോർട്ട് കോടതിയിൽ എത്തിയില്ല. കാരണം പിണറായി ആ കാര്യത്തിൽ P ശശിയെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും ആവട്ടെ, അത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ കെ സുധാകരൻ്റെ അതുപോലെ ലാവ്ലിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള നേതാവാണ്. എന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അദ്ദേഹം ശരിക്കും വരട്ടിയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഇമേജ് ഒറ്റയടിക്ക് തകർന്ന് തരിപ്പണമാകുന്നതാണ് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഇന്നലെ ഡൽഹി പോയി ഗാർഗയെ കണ്ട് KC വേണുഗോപാൽ വരണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് ചെയ്യുന്നത് ചതിയാണ്. കാരണം കഴിഞ്ഞ 5 വർഷം തുടർച്ചയായിട്ട് ഘട്ടം ഘട്ടമായി കേരളത്തിലെ UDFനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും അതോടൊപ്പം ഓരോ ഉപതെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടുകയും പിന്നീട് സെമിഫൈനൽ എത്തിയപ്പോൾ, ക്വാർട്ടർ ഫൈനൽ എത്തിയപ്പോൾ ലോകസഭയിലും, സെമിഫൈനലിൽ എത്തിയപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ UDFനെ വിജയിപ്പിച്ച് മുന്നിലെത്തിക്കുകയും തുടർന്ന് ഫൈനലിലെത്തിയപ്പോൾ അതിൽ തിരിച്ച് സിസർ കട്ട് അടിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. KC വേണുഗോപാലാണ് ഇതിന് ആരെ ഇറക്കുന്നത്? കെ സുധാകരനെ ഇത്തരം ഓരോന്ന് പറഞ്ഞ് കയറ്റി അദ്ദേഹത്തെ രംഗത്തിറക്കി കേരളത്തിലെ UDFൽ കലാപമുണ്ടാക്കുന്നത്. KC വേണുഗോപാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും കോൺഗ്രസിനും UDFിനെതിരായ കാര്യമാണ്. അദ്ദേഹം ശരിക്കും ഡൽഹിയിൽ അദ്ദേഹത്തിന് ജോലിയുണ്ട്. ഡൽഹിയിൽ അദ്ദേഹം ഭരണം കിട്ടാൻ വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രവർത്തിക്കട്ടെ, രാഹുൽ ഗാന്ധിയോട് പോരാട്ടം നടത്തട്ടെ, എന്നിട്ട് ഡൽഹിയിൽ ഭരണം പിടിക്കട്ടെ. പ്രത്യേകിച്ചും വനിതാ സംവരണ ബില്ലൊക്കെ വളഞ്ഞ വഴിയൂടെ കൊണ്ടുവന്ന് എന്നിട്ട് 850 മണ്ഡല പുനർനിർണയം ഉണ്ടാക്കാൻ വേണ്ടി BJPക്ക് സ്ഥിരമായിട്ട് ഉത്തരേന്ത്യയിൽ വിജയിക്കാൻ വേണ്ടി, അതുവഴി ഇന്ത്യ എല്ലാ കാലത്തും BJPയുടെ കൈപ്പിടിയിൽ നിൽക്കാൻ വേണ്ടി തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായ പോരാട്ടം ഡൽഹിയിൽ നടത്തേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് പോരാട്ടം നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. അതിനിടയിൽ കേരളത്തിലെ പോലൊരു ചെറിയ സംസ്ഥാനത്തിലേക്ക് വന്ന് ഇവിടെ മറ്റുള്ള നേതാക്കന്മാരില്ലെങ്കിൽ പോട്ടെ, ഇവിടെ ശക്തരായ നേതാക്കന്മാരുണ്ട്, പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. നമുക്കറിയാം വി ഡി സതീശനും അതേപോലെ രമേശ് ചെന്നിത്തലയും പോലെ തന്നെ കെ സുധാകരൻ മുഖ്യമന്ത്രിയാവാൻ കഴിവുള്ള ഒരാളാണ്. അതേപോലെ മുരളീധരൻ മുഖ്യമന്ത്രിയാവാൻ കഴിവുള്ള, തിരുവഞ്ചൂർ മുഖ്യമന്ത്രിയാവാൻ കഴിവുള്ള ആളാണ്. അങ്ങനെ നിരവധി നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ KC വേണുഗോപാലിനെ ഇവിടേക്ക് കെട്ടിയേൽപ്പിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒന്നാമത് പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു കലാപമില്ല. സാധാരണ ജനങ്ങൾ UDFന്റെ അണികൾ പൂർണ്ണമായും VD സതീഷിന്റെ കൂടെയാണ്. അതാണ് പ്രളയം പോലെ അദ്ദേഹം പുതുയുഗ യാത്ര നടത്തിയപ്പോൾ വൻ വിജയം നേടിയത്. എന്തായാലും ഈ കോൺഗ്രസിലെ കലാപം
ജനാധിപത്യ രീതിയിലുള്ളതാണ്, അത് നടക്കട്ടെ. പക്ഷേ അതിൻ്റെ ശരിയായ വസ്തുതയിൽ എത്തുമ്പോൾ അത് ശരിയായ രൂപത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് കഴിഞ്ഞ 2021 മുതൽ 2026 വരെ പ്രതിപക്ഷ നേതാവായി നിന്നിട്ടുള്ള VD സതീശൻ്റെ പ്രവർത്തനം വിജയമായിരുന്നോ അല്ലയോ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം 100% വിജയമായിരുന്നു. 100% ഇലക്ഷനുകളിലെല്ലാം തന്നെ വൻ വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നിട്ട് കേരളത്തിലെ UDFനെ നയിച്ചിവിടെ എത്തിച്ച അദ്ദേഹത്തിന് തന്നെയാണ് എന്ത് കൊടുക്കേണ്ടത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ളത് വസ്തുതയാണ്. അതിനെ മറികടക്കാൻ വേണ്ടി വളഞ്ഞ വഴി ഉപയോഗിച്ച് സുധാകരനെ മുന്നിലിറക്കി അദ്ദേഹത്തെ ഒരു കലാപകാരിയാക്കി, കോൺഗ്രസിൽ വിള്ളലുണ്ടാക്കി, ഇവിടെ സാധാരണ പ്രവർത്തകരുടെ മാനസികാവസ്ഥ തകർക്കുന്ന, അവർക്ക് വലിയ തോതിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന, ഇവിടെ വിള്ളലുണ്ടാക്കുന്ന KC വേണുഗോപാലിൻ്റെ ഈ നടപടി അവസാനിപ്പിക്കേണ്ടതാണ്. KC വേണുഗോപാൽ പറഞ്ഞിട്ടാണോ നമ്മുടെ ബ്രിട്ടാസ് ഇത്തരത്തിൽ ഒരു കുറിപ്പെഴുതി നമ്മുടെ സുധാകരൻ്റെ FB പോസ്റ്റിൽ എത്തിച്ചത്? അത് വലിയ സംഭവം തന്നെയായിട്ട്, അത് സത്യമാണെങ്കിൽ വലിയ സംഭവമാണ്. അതായത് ബ്രിട്ടാസിന് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ട്, സുധാകരൻ്റെ FB പോസ്റ്റ് അടക്കം പോസ്റ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെയും നിയന്ത്രിക്കാനുള്ള ഒരു ശക്തിയായി ബ്രിട്ടാസ് വളരുകയല്ലേ. KC വേണുഗോപാലും ബ്രിട്ടാസും തമ്മിൽ വലിയ ബന്ധമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും KC വേണുഗോപാൽ ഇത്തരം കാര്യങ്ങളിൽ പിന്മാറണം. KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കണം. കാരണം ഈ 5 വർഷം കേരളത്തിൽ ഒരു പ്രതിപക്ഷമുണ്ടെന്ന് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. അതിൻ്റെ നേതൃത്വത്തിൽ വന്ന VD സതീശൻ നയിക്കട്ടെ. എനിക്ക് പ്രത്യേകമായിട്ട് ആരോടെങ്കിലും താല്പര്യമല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ VD സതീശന് സപ്പോർട്ട് ചെയ്യുന്നത്. രമേശ് ചെന്നിത്തലയോട് ഞാൻ നല്ല ബന്ധമാണ്, സുധാകരനോട് നല്ല ബന്ധമാണ്, KC വേണുഗോപാലിനോട് ഞാൻ നല്ല ബന്ധമാണ് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.